ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് സെല്ലിംഗ് ഓൺ മീഷോയിൽ നമ്മളൊരു അടിപൊളി പ്രോ ടിപ്പാണ് കേട്ടോ കാണാൻ പോകുന്നത്. അതിന് മുമ്പ് ഒരു റിക്വസ്റ്റ് ഉണ്ട്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മടി കാണിക്കരുത് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരവാണ് നമ്മൾ ഒന്നിൽ കൂടുതൽ പ്രോഡക്റ്റ്സ് നമുക്ക് സെല് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം. ആൾ കുർത്തീസാണ് സെയിൽ ചെയ്യുന്നത്. കൂട്ടത്തിൽ തന്നെ നമുക്ക് ടീഷർട്ടോ പാൻസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രോഡക്റ്റ്സ് സെയിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം തീർച്ചയായിട്ടും പറ്റും ഗൈസ്. കാരണം ഇതൊരു കാറ്റഗറിയിൽ പെടുന്ന ഐറ്റംസ് ആണ്. അതായത് ക്ലോത്തിങ് കാറ്റഗറിയിൽ വരുന്ന ഐറ്റംസ് ആണ് ഈ കുർത്തീസ് ആയിക്കോട്ടെ, ഇന്നർ വിയേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ കിഡ്സ് വെയർ ആയിക്കോട്ടെ, പാൻസ് ആയിക്കോട്ടെ, ടീഷർട്ട് ആയിക്കോട്ടെ. അപ്പോൾ നിങ്ങൾ ഒരേ കാറ്റഗറിയിൽ ഡിഫറെൻറ്റ് പ്രോഡക്റ്റ് നിങ്ങൾ ലിസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ വിസിബിലിറ്റിയും കൂടുതൽ ഓർഡേഴ്സും കൂടുതൽ എൻഗേജ്മെൻറ്റും കിട്ടുന്നുണ്ട് ഗൈസ്. ഇത് മീഷോൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്, കൂടുതൽ ഐറ്റംസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ കാറ്റഗറി മാറ്റുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അതായത് നിങ്ങൾ ക്ലോത്തിങ്ങിൽ നിന്ന് ജ്വല്ലറിക്ക് മാറുകയാണെങ്കിൽ മാത്രം നമുക്ക് ഇട്ട് പരീക്ഷിക്കേണ്ട ഒരു ആവശ്യം വരുന്നുള്ളൂ. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് കൂടുതൽ ഓർഡേഴ്സ് കിട്ടും. അപ്പോൾ ഇനി ഇതിൽ കൂടെ ഞാനൊരു ടിപ്പും കൂടി പറഞ്ഞുതരാം. നിങ്ങളുടെ അടുത്ത് 10 പ്രോഡക്റ്റ്സ് ഉണ്ടെങ്കിൽ അപ്പം തന്നെ അത് 10ഉം ലിസ്റ്റ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കരുത്. നിങ്ങൾ വീക്കിലി ഒരു 2, 3 എന്നുള്ള രീതിക്ക് വീക്കിലി 2 ഐറ്റംസ് എങ്കിലും ലിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കൂടുതൽ വിസിബിലിറ്റി കിട്ടും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ. താങ്ക്